പബ്ലിക്കില. വീട്ടിലും സ്കൂളിലും ഒന്നും അല്ല. പിന്നെ എവിടെയാന്നറിയോ? കാലിക്കറ്റ് ബീച്ചിലാണ്. ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് പൊതുസ്ഥലങ്ങൾ വൃത്തിയാക്കിക്കൊണ്ട് സേവനവാരം ആചരിക്കാറുണ്ടല്ലോ. ഇത്തവണ അതിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. സ്വച്ഛ് ഭാരത്, അതായത് ക്ലീൻ ഇന്ത്യ എന്നത് പൗരന്മാരുടെ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആണെന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചുള്ള ക്ലീനിംഗ് ഡ്രൈവിൽ പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. അങ്ങനെ ഏക് താരീഖ് ഏക് ഘണ്ട ഏക് സാത്ത് ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള മെഗാ ക്ലീനിംഗ് ഡ്രൈവിൽ പൊന്നച്ചന്റെ ഓഫീസ് ടീമിന്റെ കൂടെ ഞാനും ജോയിൻ ചെയ്തു. കാലിക്കറ്റ് ബീച്ചിന്റെ ഒരു ഭാഗമാണ് അവർ ക്ലീൻ ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തത്. ഞങ്ങളുടെ വർക്കലയുള്ള പാപനാശം ബീച്ചുമായി കമ്പയർ ചെയ്യുമ്പോൾ പൊതുവെ വൃത്തി കുറഞ്ഞ ബീച്ചാണ് കാലിക്കറ്റ് ബീച്ച്. പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് കൂടുതൽ. ഫുഡ് പാക്കറ്റ്സും ജ്യൂസ് ബോട്ടിൽസും മിനറൽ വാട്ടർ ബോട്ടിൽസും എല്ലാം നിറയെ ഉണ്ട്. വേസ്റ്റുകളെല്ലാം പ്ലാസ്റ്റിക്, ബയോഡിഗ്രേഡബിൾ ആയവ എന്നിങ്ങനെ വേർതിരിച്ച് പ്രത്യേകം കവറുകളിലായാണ് കളക്ട് ചെയ്യുന്നത്. എല്ലാരും തകൃതിയിൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂടെ ഞാനും. കടലിപ്പ കാമായാണ് ഇരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ മഴയായിരുന്നു. ഇപ്പോൾ കുറച്ചു നേരത്തേക്ക് മഴയൊന്ന് മാറി നിന്നപ്പോഴാണ് നമ്മൾ ക്ലീനിങ്ങിന് ഇറങ്ങിയത്. ചെറിയ ചാറ്റൽ മഴ ഇപ്പോഴും ഉണ്ട്. നമ്മൾ പക്ഷെ അതൊന്നും കാര്യമാക്കിയില്ല. വലിയ വേസ്റ്റുകളൊക്കെ ഒരുവിധം വൃത്തിയാക്കി കഴിഞ്ഞു. എന്നാലും പ്ലാസ്റ്റിക്കിന്റെ ചെറിയ കഷ്ണങ്ങളാണ് ബീച്ച് നിറയെ. ഈ പ്ലാസ്റ്റിക് കഷ്ണങ്ങളൊക്കെ ഒഴുകി കടലിലെത്തിയാൽ മീനുകളൊക്കെ അത് തിന്നില്ലേ? എന്നിട്ട് ചത്തുപോകില്ലേ? പാവം മീനുകളെ ഓർത്തപ്പോൾ എനിക്ക് സങ്കടം വന്നു. അങ്ങനെ ഞാൻ ചെറിയ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ എല്ലാം പെറുക്കിയെടുക്കാൻ തുടങ്ങി. എത്ര റബ്ബർ ബാൻഡുകളാണെന്നോ കിട്ടിയത്! മീനുകൾ മാത്രമല്ല പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ ഇര. വർഷങ്ങളോളം റബ്ബർ ബാൻഡിനുള്ളിൽ കുടുങ്ങിപ്പോയ ഒരു ആമയുടെ ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലേ? കഷ്ടം തന്നെയല്ലേ? പ്ലാസ്റ്റിക് വേസ്റ്റുകൾ തിന്ന് കടൽ പക്ഷികൾ ചത്തുപോകുന്നതിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അങ്ങനെ എത്ര ജീവികളാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കാരണം ദിവസേന ചത്തൊടുങ്ങുന്നത്. പിന്നെയും കിട്ടി എനിക്ക് കൈ നിറയെ വേസ്റ്റ്.
പൊതുസ്ഥലങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ഇത്തരം മാലിന്യങ്ങൾ വലിയൊരു പ്രശ്നം തന്നെയാണ്. പൊതുസ്ഥലം വൃത്തികേടാകുന്നതും ദുർഗന്ധമുണ്ടാക്കുന്നതും മാത്രമല്ല, എലികളും പ്രാണികളും പോലുള്ള ജീവികൾ പെരുകി മാരകമായ രോഗങ്ങൾ പരത്തുകയും ചെയ്യും. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എക്സ്ക്രീഷൻസ്, ബോഡി ഫ്ലൂയിഡ്സ്, ജീവികളുടെ ഡെഡ് ബോഡീസ് ഇവയെല്ലാം അണുബാധയും പലവിധ രോഗങ്ങളും ഉണ്ടാക്കും. മഴ പെയ്താൽ ഈ ഖരമാലിന്യങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്കും സ്പ്രെഡ് ആകും. കിണറുകളും ജലാശയങ്ങളും എല്ലാം മലിനമാക്കും. അപ്പോൾ കുടിവെള്ളത്തിലൂടെയും രോഗങ്ങൾ വരാം. ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ മാലിന്യങ്ങളുടെ പ്രോപ്പറായ ഡിസ്പോസൽ വളരെ പ്രധാനമാണ്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞ ശേഷം ഇതുപോലെ പെറുക്കിയെടുക്കുന്നത് എന്തു ബുദ്ധിമുട്ടാണ്. പലപ്പോഴും ഇത് പ്രായോഗികവുമല്ല. മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് വലിച്ചെറിയാതെ കൃത്യമായി ചവറ്റുകുട്ടകളിൽ നിക്ഷേപിക്കുക എന്നതാണ് ഇതിനുള്ള പോംവഴി. പൊതുസ്ഥലങ്ങൾ നമ്മുടേതും കൂടെയാണ്. മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് നമ്മുടെയും കൂടെ ആരോഗ്യത്തെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട് പോലെ തന്നെ പൊതുസ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഇനി പൊതുസ്ഥലത്ത് മാലിന്യം കണ്ടാൽ അവ വൃത്തിയാക്കാൻ അടുത്ത ഗാന്ധി ജയന്തി വരെ കാത്തിരിക്കേണ്ട കേട്ടോ. ഗാന്ധിജി വിഭാവനം ചെയ്ത പോലെ സുന്ദരമായ ഒരു ഇന്ത്യ ഉണ്ടാകണമെങ്കിൽ വീടും പരിസരവും പൊതുസ്ഥലങ്ങളുമെല്ലാം എപ്പോഴും ശുചിയായിരിക്കണം. ശുചിത്വ ഭാരതം, സുന്ദര ഭാരതം. ഇപ്പോഴീ ബീച്ച് എത്ര വൃത്തിയായെന്ന് നോക്കൂ. അങ്ങനെ ഇത്തവണത്തെ എന്റെ ഗാന്ധി ജയന്തി അടിപൊളിയായിരുന്നു. ഐ റിയലി ഫീൽ പ്രൗഡ് ഓഫ് മൈസെൽഫ്. നിങ്ങൾ എങ്ങനെയാണ് ഗാന്ധി ജയന്തി ആഘോഷിച്ചതെന്ന് കമന്റ് ചെയ്യൂ. Thank you for watching. If you like this video, don't forget to like, share and subscribe.